ഹലോ ഗൈസ്, വെൽക്കം ടു അ ന്യൂ വീഡിയോ. ഇന്നാണെങ്കിൽ ഒരു ചെറിയ നൈറ്റ് വ്ളോഗാണ്. അങ്ങനെ എബിക്കുട്ടനും മിച്ചൂട്ടനും ആണെങ്കിൽ ഉറങ്ങിയൊക്കെ എണ്ണീറ്റു. അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ടുപേരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എബിക്കുട്ടൻ കഴിക്കുന്ന കണ്ടപ്പോൾ ഇച്ചൂട്ടനും ഒരു പീസ് എടുത്തു. ഞാനാണെങ്കിൽ അവന് വായിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം അവന് വേണ്ട, അവൻ തന്നെത്താനെ കഴിച്ചോളൂ എന്നാണ്. ഇച്ചായനാണെങ്കിൽ മധുരക്കിഴങ്ങ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഡിന്നറിനാണെങ്കിൽ മധുരക്കിഴങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. എനിക്കും മിച്ചായനും മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. എബിക്കുട്ടനാണെങ്കിൽ ഈ വക സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ ഇന്ന് വേറൊരു ഐറ്റം കൂടി ഡിന്നറിന് ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് വഴിയെ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്നാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഇന്നീറ്റ വശം തന്നെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഞാൻ സ്വെറ്ററൊക്കെ ഇടിപ്പിച്ചു. പിന്നെ ഇടയ്ക്ക് അവർക്കാണെങ്കിൽ സ്നീസിങ്ങും റണ്ണിങ് നോസും ഒക്കെ ഉണ്ട്. എനിക്കും ആണെങ്കിൽ സ്നീസിങ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും സ്വെറ്ററൊക്കെ ഇട്ടു. അങ്ങനെ മധുരക്കിഴങ്ങും അതിനുള്ള ചട്നിയും എല്ലാം റെഡിയായി. ആ ഗ്യാപ്പിൽ ഇച്ചൂട്ടനാണെങ്കിൽ അവിടുത്തെ ബോക്സ് എല്ലാം താഴെ ഇട്ടു. ഞാനും വിചാരിച്ചു അവിടെ ബോക്സ് വെച്ച് കളിച്ചോട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ പണിയൊന്നും നടക്കില്ല. ഇന്നാണെങ്കിൽ ഡിന്നറിന് വേറൊരു ഐറ്റം കൂടി ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, അതെൻ്റെ പേരാണ് മുട്ടച്ചുരൽ. കേൾക്കാൻ തന്നെ ഒരു വെറൈറ്റി പേരല്ലേ. ഈ ഐറ്റം ആണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പം മമ്മി ഒരു ദിവസം എനിക്ക് ഉണ്ടാക്കി തന്നതാ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് ആക്ച്വലി ഒരു 4 മണി പലഹാരമാണ്, പക്ഷെ ഞാൻ ഇന്ന് അത് ഡിന്നർ ആക്കുകയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ജാറിലാണെങ്കിൽ കുറച്ച് മൈദ, ഒരു മുട്ട, വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ തന്നെ നമ്മുടെ ബാറ്റർ റെഡിയാകും. അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അനാവശ്യമുള്ള പഞ്ചസാര മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അത് സൈഡിൽ മാറ്റി വെക്കുക. ഇനി നമ്മൾ തവയെടുത്തിട്ട് ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കുക. അതിൻ്റെ സെൻറ്ററിലാണെങ്കിൽ ഈ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തത് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇത് ചുരുട്ടി വെക്കുക. അത്രയും എളുപ്പമാണ് മുട്ടച്ചുരൽ ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, എല്ലാം ബാറ്ററും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഇച്ചായൻ വന്നു കഴിഞ്ഞിട്ട് ചൂടോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇന്ന് ചോറും മുട്ടയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം അവർക്ക് ഫുഡ് കൊടുക്കാം. അങ്ങനെ പിള്ളേർ രണ്ടുപേരും ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചേട്ടനും അനുജനും കാറിൻ്റെ മുകളിൽ ഭയങ്കര കളിയാണ്. ഭയങ്കര മഴയാണ് ഗൈസ്, രാവിലെ തുടങ്ങിയ മഴയാണ്. അങ്ങനെ കറണ്ട് പോയി ഗൈസ്, അല്ലേ? കറണ്ട് പോയോ ഡെറിക്? കറണ്ട് പോയി. ഇങ്ങനെ ഇച്ചായനാണെങ്കിൽ കടയിൽ നിന്ന് വന്നു. ഇച്ചായൻ്റെ ബാഗിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് എബിക്കുട്ടൻ എടുത്തപ്പം ഇച്ചൂട്ടനും വേണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പരാതി പറച്ചിലാണ് ഇച്ചായനോട്. എബിക്കുട്ടനാണെങ്കിൽ ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ്. എന്തായാലും ഡാഡ പറഞ്ഞുകൊണ്ട് പകുതി ചോക്ലേറ്റ് ഇച്ചൂട്ടൻ അവന് കൊടുത്തു. ചില ടൈമിലാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, അവനാണെങ്കിൽ ഷെയർ ചെയ്യും. അതോ ഓരോ മൂഡിൻ്റെ അനുസരിച്ചാണ്. ഇങ്ങനെ ഞാൻ ഇനി മുട്ടച്ചോറിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇച്ചായൻ പറയുക ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇച്ചായൻ അതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇച്ചായൻ്റെ മമ്മി ആണെങ്കിൽ ഇച്ചായനും ഇച്ചായൻ്റെ ബ്രദറും ആണെങ്കിൽ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ ആണെങ്കിൽ ഈ പലഹാരം ഉണ്ടാക്കി വെക്കും. ഈ മുട്ടച്ചോറിൽ കഴിക്കാൻ വേണ്ടി ഇച്ചായനും ഇച്ചായൻ്റെ ബ്രദറും ഭയങ്കര അടിയാണ്. പിന്നെ ഏതാണ് വലിയ പീസ് നോക്കിയാണ് രണ്ടുപേരും എടുക്കുന്നത്. അപ്പോൾ ഇച്ചായൻ പറയുവാണ് കുറേ കാലത്തിന് ശേഷം ഇന്നാണ് മുട്ടച്ചോറിൽ കഴിക്കുന്നത്.
മുട്ടച്ചോറിലാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇന്നാദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായി തീരുവോ ആവോ. അങ്ങനെ ഇതാണ് മുട്ടച്ചോറിലിൻ്റെ ഓവർ ലുക്ക്. എന്തായാലും സക്സസ്ഫുള്ളി ഉണ്ടാക്കി ഗൈസ്. മമ്മി ഉണ്ടാക്കി അതേ ടേസ്റ്റ് ഉണ്ട് എന്ന് ഇച്ചായൻ പറഞ്ഞു. ഇച്ചായന് മാത്രമല്ല എബിക്കുട്ടനും ഇച്ചൂട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിങ്ങൾ ഈ പലഹാരം ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞങ്ങളാണെങ്കിൽ മുട്ടച്ചുരുൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ കറണ്ട് പോയി ഗൈസ്. സോ ഇന്ന് ഈ വീഡിയോ ഇവിടെ ഇവിടെ നല്ല മഴ, രാവിലെ തുടങ്ങിയ മഴ. ഇപ്പൊ ഒന്ന് നന്നായി പെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് പോയി. അതുകൊണ്ട് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്.